ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അലീഷ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള യമനി മന്തിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മസാലകളെല്ലാം വിനാഗിരിയും സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ മിക്സിയിൽ അടിച്ച് എടുക്കുകയാണ്. അപ്പോൾ കുരുമുളകും എല്ലാം ചേർത്ത് അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് കഴുകി വൃത്തിയാക്കിയ വലിയ പീസാക്കി എടുത്തിട്ടുള്ള ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മുളക് പൊടി ആയതുകൊണ്ട് കളറ് കമ്മിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. കാശ്മീരി ചില്ലി ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് മാഗി കട്ട കൂടി ചേർത്ത് നമുക്കിത് നന്നായി മാഗ്നേറ്റ് ചെയ്യാവുന്നതാണ്. നന്നായി മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കും. അരി സോക്കാൻ വെക്കുന്നതിന് മുമ്പാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നന്നായി മസാലയൊക്കെ തേച്ച് വെച്ച് നമുക്കിത് ഫ്രീസറിൽ കുറച്ച് സമയം വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മസാല ഇതിൽ പൊടിച്ചോളും. അങ്ങനെ ഇതാ നമ്മളൊരു ബിരിയാണി പോട്ട് എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇടണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ബട്ടർ ചേർക്കാവുന്നവർക്ക് അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ എടുത്ത് നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു വട്ടിട്ടത് ഷാലോ ഫ്രൈ ചെയ്ത് ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ ആദ്യത്തെ ഷാലോ ഫ്രൈ ചെയ്തത് ഞാൻ എയർ ഫ്രയറിലിട്ട് നന്നായി മുരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഹോൾ സ്പൈസസ് ഇതിലിട്ട് ഈ എണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് ക്യാപ്സിക്കം അതുപോലെ തന്നെ വെല്ലുള്ളി ചേർത്ത് കറിവേപ്പിൻ്റെലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്പൈസസ് എന്ന് പറയുന്നത് ചെറിയ ജീരകം, മല്ലി, അതുപോലെ കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവയാണ്. അപ്പോൾ അത് ചേർത്ത് നന്നായി വഴറ്റി വന്നപ്പോൾ ഞാൻ ചിക്കന് പൊരിച്ച എണ്ണ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്വാദായിരിക്കും. അപ്പോൾ അതുകൂടി ചേർത്തതാ നമ്മുടെ സെല്ല ബസുമതി അരി ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്യാനിട്ടിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും ബസുമതിൻ്റെ അരി സോക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ലീഫ് ഞാൻ എല്ലാത്തിലും ഇടയിലുണ്ട് കേട്ടോ. അതിന് ഞങ്ങളിവിടെ പറയാം ബിരിയാണീൻ്റെ ഓല എന്നാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് നമ്മുടെ ചോറ് ഇതാ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഹാഫ് പോർഷൻ ചിക്കൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മറ്റേ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ ചോറ് ലാസ്റ്റ് പൊട്ടിക്കുന്ന സമയത്താണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എയർ ഫ്രയറിൽ ഇട്ടത്. നിങ്ങൾക്ക് ഫ്രൈ പാനിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് ഞാനിതാ ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് വേവിക്കാൻ വെക്കുകയാണ്. ചോറ് നന്നായി റൈസ് നന്നായി കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സ്മോക്ക് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ആവി ഒന്ന് മേലേക്ക് കയറാനുള്ള സമയം കൊടുക്കാം. എന്നിട്ട് സ്മോക്ക് ചെയ്ത് ഇറക്കി വെച്ച് ഇതാ ചോറ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്കുള്ള വൈറ്റ് സോസിൻ്റെ പ്രിപ്പറേഷനാണ്. പൊട്ടാറ്റോ ആദ്യം തന്നെ ഞാനൊന്ന് വേവിച്ചു. അതിലേക്ക് വെളുത്തുള്ളിയും പാലും വിനാഗിരിയും സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായി അടിച്ചെടുക്കുകയാണ്. അപ്പോൾ തിക്നെസ്സിൻ്റെ ബാലൻസ് നോക്കിയിട്ട് വേണം നമ്മൾ സൺഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനും കുറക്കാനും കേട്ടോ. പഞ്ചസാര നുള്ളു ഉപ്പും ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിതിലേക്കുള്ള ചട്നി ഉണ്ടാക്കാം. പുതിന തക്കാളി ചട്നിയാണ് ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്കിട്ട് മിക്സിയിൽ വിനാഗിരിയും ഉപ്പും ചേർത്ത് അടിച്ചെടുക്കുകയാണ്. ഇതുണ്ടെങ്കിലുള്ളൂ കേട്ടോ മന്തീൻ്റെ ഒരു ബേസ് നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റുള്ള അടിപൊളി ചട്നിയാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള മന്തിയാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഗസ്റ്റൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ റെസിപ്പി ഫോളോ ചെയ്യണം. ഇതിൽ കൂടുതൽ നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ റൈസും അതുപോലെ ചിക്കനൊക്കെ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. റൈസൊക്കെ ഒന്നൊന്നുമ്പോൾ തൊടാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ബാക്കി ബാലൻസ് വന്നിരുന്ന നമ്മുടെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ യമനി മന്തി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല വീഡിയോസായിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ പ്രചോദനമാണ്. അപ്പോൾ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു.
അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.